കാസർഗോഡ് നഗരത്തിൽ കഴുതയെ കണ്ടപ്പോൾ ജനങ്ങൾ ആദ്യമൊന്ന് അമ്പരന്നു. എന്നാൽ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കഴുതയെ എത്തിച്ചതെന്നറിഞ്ഞപ്പോൾ അമ്പരപ്പ് അനുഭാവമായി മാറി. ആരോഗ്യരംഗത്ത് ജില്ലയോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയാണ് കഴുതയുമായി നഗരത്തിൽ പദയാത്ര നടത്തിയത്. എയിംസ് ഇല്ലെങ്കിൽ വോട്ടില്ല എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ജില്ല കനത്ത പ്രതിസന്ധികൾ നേരിടുമ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ അനുഭാവപൂർണമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. എയിംസ് പട്ടികയിൽ ജില്ലയുടെ പേര് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് എയിംസ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദിന പദയാത്ര സംഘടിപ്പിച്ചത്. പുറത്ത് എന്ത് ഭാരം വെച്ചാലും തലകുലുക്കി മാത്രം കാണിക്കുന്ന പ്രതികരണമില്ലായ്മയുടെ പ്രതീകമായ കഴുതയുമായാണ് പദയാത്ര നടത്തിയത്. വോട്ട് വേണോ? ഞങ്ങൾക്ക് എയിംസ് വേണം. എയിംസിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പദയാത്ര. ജനങ്ങളുടെ പ്രതികരണശേഷി രാഷ്ട്രീയ നേതൃത്വങ്ങളെ അറിയിക്കുവാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പുകളെ കാണണമെന്ന് ഭാരവാഹികൾ ആഹ്വാനം ചെയ്തു. പദയാത്രയുടെ ഉദ്ഘാടനം പ്രശസ്ത കവി പ്രേമചന്ദ്രൻ ചോമ്പാല നിർവഹിച്ചു. കാസർഗോട്ട് നിന്നും ആരംഭിച്ച ഏകദിന പദയാത്രയ്ക്ക് മേൽപ്പറമ്പ്, ഉദുമ, ബേക്കൽ, പാലക്കുന്ന്, പള്ളിക്കര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് കാഞ്ഞങ്ങാട്ട് പദയാത്ര സമാപിച്ചു. പ്രതിഷേധ സംഗമത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു. ഈ ഒരു വേറിട്ടൊരു ചിന്ത, അതായത് നമ്മുടെ സർക്കാർ കാസർഗോഡ് ജില്ലയെ അവഗണിക്കുകയും കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ രംഗത്തെ മൊത്തമായി അവഗണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ കാസർഗോഡ് ജില്ലയുടെ പേര് എയിംസിൻ്റെ പ്രപ്പോസലിൽ ഉൾപ്പെടുത്തുക എന്ന ഒരു ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാടേക്ക് ഒരു പദയാത്ര സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ കഴുത തന്നെ പറയുകയാണ്, ഞങ്ങൾ കഴുതകളല്ല, ഞങ്ങൾക്കും പ്രതികരണശേഷിയുണ്ട്. അല്ലെങ്കിൽ കാസർഗോഡിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഒരാവശ്യവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളോടും സ്ഥാനാർത്ഥികളോടും പറയാൻ ഒന്നേ ഉള്ളൂ, എയിംസിന് ഒരു വോട്ട്. നിങ്ങൾക്ക് വോട്ട് വേണോ? എന്നാൽ ഞങ്ങൾക്ക് എയിംസ് വേണം. സംസ്ഥാന സർക്കാർ കോഴിക്കോടിൻ്റെ പേര് പറയുമ്പോൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയുടെയും തൃശ്ശൂരിൻ്റെയും പേര് പറയുമ്പോൾ, മറ്റ് നേതാക്കൾ തിരുവനന്തപുരത്തിൻ്റെ പേര് പറയുമ്പോൾ, എയിംസിന് ഏറ്റവും അനുയോജ്യമായ ജില്ല കാസർഗോഡ് ജില്ലയാണ്. എൻഡോസൾഫാൻ രോഗികളും അതുപോലെ ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരുപാട് ജീവനുകൾ നമുക്കുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. നമ്മളിവിടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മംഗലാപുരത്തെയാണ് ആശ്രയിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള ആസ്ട്രമിംസ് പോലുള്ള കോർപ്പറേറ്റുകളുടെ ആശുപത്രിയാണ് ആശ്രയിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഒരു പദയാത്രയ്ക്ക് ഉദ്ഘാടനം തുറക്കുമ്പോൾ നമ്മൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ പോയി ചികിത്സിക്കും? സാധാരണക്കാരന് സൗജന്യമായി ഒരു മെഡിക്കൽ കോളേജ് പോലും ഇവിടെ ഇല്ല. കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജ് പോലും ഒരു OP മാത്രം പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ കാസർഗോഡ് ജില്ലയിലാണ് എയിംസ് വരേണ്ടത്. അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കാസർഗോഡ് ജില്ലയിലുണ്ട്. 11,000 ഏക്കറിലധികം സർക്കാർ ഭൂമിയുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. 200 ഏക്കർ എയിംസിന് വേണ്ട 200 ഏക്കർ ഭൂമിക്ക് സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അവിടെ സർക്കാരിൻ്റെ കയ്യിൽ ആകെ 148 ഏക്കറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭൂമി പ്രൈവറ്റ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ 14,000-ലധികം ഏക്കർ ഭൂമിയുള്ള കാസർഗോഡ് ജില്ലയെ എയിംസ് പ്രപ്പോസലിൽ കൺസിഡർ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.